സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പെനൈൽ പ്രോസ്തസിസ് ഇംപ്ലാന്റ് സർജറി ചെയ്യുന്ന ഒരു സെൻ്ററാണ് ഡോക്ടർ പ്രമോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് മാരിറ്റൽ ഹെൽത്ത് പ്രൈവറ്റ് ലിമിറ്റഡ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ വിഷയത്തെപ്പറ്റി ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട്. അത് നമ്മുടെ സോഷ്യൽ മീഡിയയിലായാലും അല്ലാതെയും ഒക്കെയുള്ള എൻക്വയറികൾ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും വരാറുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഒരു ചോദ്യം ഏതൊക്കെയാണ് വിവിധ തരത്തിലുള്ള ഇംപ്ലാന്റുകൾ എന്നുള്ളതാണ്. പലതരം ഇംപ്ലാന്റുകളുണ്ട്. അതിലൊന്നാണ് മാല്യബിൾ ഇംപ്ലാന്റ് അല്ലെങ്കിൽ ബെൻഡബിൾ എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ അത് വളച്ച് വയ്ക്കാവുന്ന ഇംപ്ലാന്റുകളാണ്. പണ്ട് കാലത്ത് വളരെ റിജിഡായിട്ട് വടി പോലെ ഇരിക്കുന്ന ഇംപ്ലാന്റ് യൂസ് ചെയ്തിരുന്നു. അതിനെ വളയ്ക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ ബുദ്ധിമുട്ട്. എനിക്ക് തോന്നുന്നത് 2006 തോന്നുന്നു അങ്ങനെ ഒരു ഇംപ്ലാന്റ് ഞങ്ങൾ ഒരു പേഷ്യൻ്റ് നിർബന്ധിച്ച് ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ ചെയ്യുകയുണ്ടായി. അതിനുശേഷം അത് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെയൊക്കെ ഈ ഫ്ലെക്സിബിൾ മാല്യബിൾ ടൈപ്പാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. മാല്യബിൾ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ പല കമ്പനികളുടെ പലതരം വേൾഡ് ഓവർ നോക്കിയാൽ ഒരു 10-12 കമ്പനികൾ ഇംപ്ലാന്റ് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു കമ്പനിയുടെ ഇംപ്ലാന്റിൻ്റെ പ്രത്യേകത അത് ഫ്ലെക്സിബിളാണ്, പൂർണ്ണമായും സിലിക്കോൺ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം, ഇത് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇങ്ങനെ നേരെ നിൽക്കും. പക്ഷേ അണ്ടർവെയർ ഇടുന്ന സമയത്ത് അകത്തേക്ക് ഇങ്ങനെ വളച്ച് വെച്ച് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ അണ്ടർ ഗാർമെൻ്റ് ഇല്ലാതെ ഇടുമ്പോൾ ആ അണ്ടർ ഗാർമെൻ്റ് ഊരിക്കഴിഞ്ഞാൽ അത് അല്പം പൊന്തി നിൽക്കും. അതുകൊണ്ട് തന്നെ പലർക്കും അത് അസൗകര്യമാണ്, ബുദ്ധിമുട്ടാകുന്നു. പിന്നീട് വന്ന ഒരു ഇംപ്ലാന്റാണ് ഇത്. ഇപ്പോൾ അത് കമ്പനി നിർത്തിയിട്ടുണ്ട്. ഇതിനകത്തൊരു സ്റ്റീൽ വയറുണ്ട്. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ചെയ്തിരുന്ന ഒരു മോഡലാണിത്. അതിനുശേഷം കമ്പനി മറ്റൊരു ഇംപ്ലാന്റുമായി വന്നു. ഈ ഇംപ്ലാന്റ് ഒരു പ്രത്യേകത, ഇത് ഈ ഒരു പർട്ടിക്കുലർ ജംഗ്ഷനിൽ മാത്രമേ ഇത് വളച്ചു വയ്ക്കാൻ പറ്റൂ. എല്ലാ സ്ഥലത്തും ഇതിനെ വളയ്ക്കാൻ പറ്റില്ല. ഇവിടെ വളയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വളയില്ല, അത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള ഇംപ്ലാന്റുകൾ അധികം പ്രോത്സാഹിപ്പിക്കാറില്ല. അതിനേക്കാളും കൂടുതൽ മാല്യബിൾ ഇംപ്ലാന്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അകത്ത് സിൽവർ മെറ്റീരിയൽ, സിൽവർ കോറുള്ള, സിൽവർ വയറുള്ള ഒരു ഇംപ്ലാന്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് ഭാഗത്ത് വെച്ചിട്ട് ഇതിനെ വളച്ചു വയ്ക്കാം. അപ്പോൾ ഇംപ്ലാന്റ് ചെയ്തതിന് ശേഷം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ളപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വയ്ക്കാനും, ആവശ്യമില്ലാത്ത സമയത്ത് ഇതിനെ ഇങ്ങനെ വളച്ചു വെച്ചാൽ നോർമൽ പെനീസ് കിടക്കുന്ന പോലെ തന്നെ കിടക്കും. പക്ഷേ അതിൻ്റെ പെനീസിൻ്റെ വലിപ്പം സെയിം ആയിരിക്കും. ഇത് ഇംപ്ലാന്റ് ചെയ്യാത്ത പെനീസിലും ചെയ്ത പെനീസിലും ഒക്കെ ആ പെനയിൽ സൈസ് പൂർണ്ണ ഉദാഹരണം വരുമ്പോൾ എത്രയുണ്ടാകുമോ ആ സൈസിലായിരിക്കും ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നീളം കൂട്ടാനും ഒക്കെയുള്ള മാർഗ്ഗങ്ങളുണ്ട്. എക്സ്റ്റൻഡേഴ്സ് വെച്ചിട്ട് അതിൻ്റെ ലെങ്ത്ത് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. എക്സ്റ്റൻഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വലുതാക്കാൻ പറ്റും. അതുപോലെ എക്സ്റ്റൻഡർ ഊരിക്കളഞ്ഞിട്ട് അതിനെ ചെറുതാക്കാൻ പറ്റും. അത് ഒരു ഇംപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് സർജനാണ് അത് തീരുമാനിക്കുന്നത്. ഏത് ഇംപ്ലാന്റ് വേണം, ഏത് സൈസിലുള്ളത് വേണം. കാരണം പല സൈസിലുള്ള ഇംപ്ലാന്റ്, നമ്മളിവിടെ ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ ഒരു കമ്പനിയുടെ തന്നെ ഒരു 4-5 സൈസ് ഇംപ്ലാന്റുകൾ ഒന്നിച്ച് ഓപ്പറേഷൻ ടേബിളിൽ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ആ പേഷ്യൻ്റെ സർജറിയുടെ സമയത്തുള്ള മെഷർമെൻറ്റുകളെല്ലാം കറക്റ്റായിട്ട് എടുത്തതിന് ശേഷമാണ് ഏത് പാക്കറ്റ് പൊട്ടിക്കണമെന്ന് പോലും തീരുമാനിക്കുക. അങ്ങനെ ആ കറക്റ്റായിട്ടുള്ള പാക്കറ്റ് പൊട്ടിച്ച് കറക്റ്റായിട്ടുള്ള ഫിക്സിങ്, കറക്റ്റ് സ്യൂട്ടബിൾ പ്ലേസിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്താൽ മാത്രമേ ഇംപ്ലാന്റ് വിജയിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ അറ്റത്തൊന്ന് ഒടിഞ്ഞു തൂങ്ങിക്കിടക്കാം, അതല്ലെങ്കിൽ ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥ വരാം, ഇംപ്ലാന്റ് പുറത്തേക്ക് ചാടിപ്പോകാം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇനി മറ്റ് ചിലതരം ഇംപ്ലാന്റുകളുണ്ട്. ആ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് 2 പീസാണ്. ഒരു പമ്പ്, റിസർവോയർ കം പമ്പ് എന്ന് പറയും. അതായത് പമ്പിനകത്ത് തന്നെ അത് തന്നെയാണ് റിസർവോയറും. ആ റിസർവോയറിനകത്ത് ഫ്ലൂയിഡ് നിറച്ചിട്ട് അത് വൃഷ്ണസഞ്ചിക്കുള്ളിൽ സ്ക്രോട്ടത്തിൽ പ്ലേസ് ചെയ്യുന്നു. അതിൽ നിന്നൊരു ട്യൂബ് നീണ്ടുപോയിട്ട് പെനീസിനുള്ളിൽ വയ്ക്കുന്ന ഇംപ്ലാന്റിൻ്റെ ട്യൂബിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ ഈ സ്ക്രോട്ടത്തിനകത്തുള്ള ഈ റിസർവോയർ പിടിച്ച് കുറച്ച് തവണ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിനുള്ളിലുള്ള ദ്രാവകം ഒഴുകി വന്നിട്ട് പെനീസിനകത്ത് വെച്ചിരിക്കുന്ന ആ ട്യൂബിലേക്ക് വന്ന് നിറയുകയും അത് നിറയുന്നതിൻ്റെ ഫലമായിട്ട് ഉദ്ധാരണം ഉണ്ടാവുകയും ചെയ്യുന്നു. ആവശ്യം കഴിഞ്ഞാൽ അതിനെ തിരിച്ച് വളച്ചു കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡ് തിരിച്ചിറങ്ങി പോകുന്നതുകൊണ്ട് തന്നെ പെനീസ് ചുരുങ്ങി വരുന്നു. ഇനി മൂന്നാമത്തെ ഒരു ഇംപ്ലാന്റ് എന്ന് പറയുന്നത് 3 പീസാണ്. അത് 1 ഒരു റിസർവോയർ, 2 അതിൻ്റെ സ്വിച്ചും പമ്പും. അത് സ്ക്രോട്ടത്തിലാണ് വയ്ക്കുക. റിസർവോയർ ഉദരത്തിനുള്ളിൽ മൂത്രസഞ്ചിക്ക് മുന്നിലായിട്ട്
പ്ലേസ് ചെയ്യുന്നു. അതിൽ നിന്നുള്ള കണക്ഷൻ നേരെ വൃഷ്ണസഞ്ചിക്കകത്തുള്ള ആ പമ്പ് കം സ്വിച്ചിലേക്ക് വരുന്നു. അവിടുന്നും ഒരു കണക്ഷൻ വരുന്നത് പെനീസിനകത്തിരിക്കുന്ന ട്യൂബിലേക്കാണ്. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ ഈ സ്ക്രോട്ടത്തിലിരിക്കുന്ന ആ ഒരു പമ്പ് ചെറുതായിട്ടൊന്ന് 3-4 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പമ്പ് വർക്ക് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് റിസർവോയറിൽ നിന്നുള്ള ഫ്ലൂയിഡ്, ഞാനൊരു ചിത്രം കാണിക്കുന്നുണ്ട്, ആ ചിത്രത്തിൽ കാണുന്നത് പോലെ റിസർവോയറിൽ നിന്ന് താഴേക്ക് ഒഴുകി വന്ന് പമ്പിലൂടെ കടന്ന് പെനീസിനകത്തേക്ക് കിടക്കും. അതിൻ്റെ ഫലമായിട്ട് പെനയിൽ ഇറക്ഷൻ സംഭവിക്കുന്നു. അങ്ങനെ ഇറക്ഷൻ സംഭവിച്ച് നമ്മുടെ ആവശ്യത്തിന് ശേഷം സ്ക്രോട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്വിച്ചുണ്ട്. ആ സ്വിച്ചിൽ ഒരു 4 സെക്കൻഡ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഫ്ലൂയിഡ് തിരിച്ചിറങ്ങിപ്പോകുന്നതുകൊണ്ട് തന്നെ പെനീസ് ചുരുങ്ങി കീഴോട്ട് വരുന്നു. ഇതാണ് വിവിധ തരത്തിൽ ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള പെനയിൽ ഇംപ്ലാൻസ്. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഇതിലേതാണ് വേണ്ടത് എന്നുള്ളത് പല ഫാക്ടേഴ്സിനെ നോക്കിയിട്ട് വേണം തീരുമാനമെടുക്കാനായിട്ട്. അതിനെപ്പറ്റി മറ്റൊരു അവസരത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കാം.